everyone, welcome to my channel Josh Moses Kitchen. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് എൻ്റെ അമ്മയുടെ കൂടെയാണ്. അമ്മ വീഡിയോയിൽ വരുന്നില്ല, അമ്മയുടെ കൈ അവിടെ കാണാം. അമ്മയുടെ ഒരു മീൻ കറി ഉണ്ട്, എനിക്ക് വളരെ ഇഷ്ടമാണ്. ഞാൻ നാട്ടിൽ എപ്പോൾ പോകുമ്പോഴും അമ്മയുടെ ഇതുപോലെ ഉണ്ടാക്കാൻ പറയും, ഞങ്ങൾ കഴിക്കുകയും ചെയ്യും. അപ്പം ആ റെസിപ്പിയാണ് ഇന്ന് അമ്മയുടെ കൂടെ ഞാൻ കുക്ക് ചെയ്യണേ. അപ്പം നിങ്ങൾ തുടർന്ന് വീഡിയോ കാണും, ഇതിൻ്റെ പ്രത്യേകതകൾ എന്താണ്. എൻ്റെ അമ്മയുടെ റെസിപ്പി നോക്കിയാലോ എങ്ങനെയുണ്ടെന്ന്. അപ്പൊ അയില, നമ്മുടെ നാടൻ അയില ഒരു 6 പീസ് എടുത്ത് അത് ഒന്ന് ക്ലീനൊക്കെ ചെയ്ത് ഒന്ന് മുറിച്ചെടുക്കാം. പിന്നെ നമുക്ക് അതിലേക്ക് മസാല ഇടാം. അപ്പൊ കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, നമ്മളൊരു അയിലേനെ, ഞാനിവിടെ ഒരു അയിലേനെ 3 പീസാണ് ആക്കണം. അതാണ് അമ്മയ്ക്ക് ഇഷ്ടം. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ 1 പീസോ 2 പീസോ എങ്ങനെ വേണമെങ്കിലും ആക്കാം കേട്ടോ. പിന്നെ അത് വരയാൻ മറക്കരുത് കേട്ടോ, വരയുമ്പോഴാണല്ലോ അതിൻ്റെ ഉള്ളിലേക്ക് മസാലയൊക്കെ ഒന്നായിട്ട് പോകുള്ളൂ. അത് കഴിഞ്ഞാൽ വെള്ളത്തിലിട്ട് നമ്മുടെ വീട്ടിലേക്ക് കഴുകണമെന്നില്ലേ, അതേപോലെ വാഷ് ചെയ്തെടുക്കാം. കഴിഞ്ഞൊരു പാത്രത്തിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം, മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം, അതിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം, ആവശ്യത്തിന് ഉപ്പ് ഇട്ടോ. അത് കഴിഞ്ഞാൽ അതൊന്ന് അമ്മ ചെയ്യണ്ട, ഒന്ന് കൈ കൊണ്ടൊക്കെ ഒന്ന് ഇറക്കി അതിലേക്ക് ഇച്ചിരി വെള്ളം ഒന്ന് ചേർത്ത് അതിനെ നല്ലൊരു കുഴമ്പ് രൂപത്തിൽ ആക്കിയെടുക്കാം. കുഴമ്പ് രൂപത്തിൽ ആക്കിയെടുത്തതിന് ശേഷം നമ്മൾ മീൻ മുറിച്ച് വെച്ചിട്ടുണ്ടല്ലോ, ആ മീൻ അതിലേക്ക് ചേർത്ത് വെക്കാം. അത് കഴിഞ്ഞ് ആ മീനിലെ മസാലയൊക്കെ ഇട്ട് അതെല്ലാം ഒന്ന് മിക്സ് ചെയ്യാം നന്നായിട്ട്. അത് കഴിഞ്ഞ് അതിൻ്റെ ഓരോ പീസ് എടുത്ത് അതിൻ്റെ ഉള്ളിലേക്കൊക്കെ ഒന്ന് അതിൻ്റെ വരഞ്ഞ ആ പാത്രത്തിലേക്കൊക്കെ ഒന്ന് തള്ളി കയറ്റി അപ്പോഴാണല്ലോ ടേസ്റ്റ് വരുള്ളൂ. അപ്പം അതെല്ലാം ഒന്നുകൂടി നമ്മളൊന്ന് തള്ളി കയറ്റി എടുത്തു വെച്ച് അതിനെ കുറച്ച് നേരത്തേക്ക് നമ്മൾ റെസ്റ്റ് ചെയ്യും. അപ്പോൾ ഒന്ന് മസാലയൊക്കെ ഒന്ന് പിടിക്കട്ടെ. 1 മണിക്കൂർ അരമണിക്കൂറൊക്കെ വെച്ച് കഴിഞ്ഞാൽ അത് അടിപൊളിയാവും. അപ്പം തന്നെ വറക്കണമെങ്കിൽ വറക്കാം കേട്ടോ, പക്ഷെ ഇങ്ങനെ ചെയ്യുമ്പോഴാണെന്നൊന്നും ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞാൽ ഒരു പാൻ വെച്ച് അത് ഒന്ന് പാൻ ഫ്രൈ ചെയ്തെടുക്കാം സ്ലോ ഫയറിൽ. അമ്മക്ക് നോട്ടൊന്നുമില്ല, നമുക്കാണല്ലോ പ്രോപ്പർ സ്പൂണൊക്കെ വേണ്ടത്. ഇവിടെ കത്തി കൊണ്ടൊക്കെ മറിച്ചിടും വീട്ടിൽ, അത്രയൊക്കെ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് നന്നായിട്ട് മൊരിച്ചെടുക്കാം, മുഴുവന്നിരിക്കണം. അപ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് വരുള്ളൂ. മീൻ വറക്കുമ്പോഴാണല്ലോ പാൻ ഫ്രൈ ചെയ്താൽ മുരിയുമ്പോഴാണല്ലോ അതിനൊരു ടേസ്റ്റ് വരണേ. അത് കഴിഞ്ഞാൽ തേങ്ങ നമുക്ക് ഒന്ന് ചിരകി അതിൻ്റെ തൻപാലും പിന്നെ രണ്ടാമത്തെ പാലും അതും നമുക്കൊന്ന് എടുത്തു വെക്കാം കേട്ടോ. അത് കഴിഞ്ഞാൽ ഒരു പാൻ വെച്ച് അതിലേക്ക് സബോള, ചുവപ്പ് സബോള, ബിക്കോസ് കുറച്ച് സബോള ആവശ്യമുണ്ട് കേട്ടോ ഇതിന്. സബോള എടുത്ത് ഇളക്കി കുറച്ച് കൈയൊക്കെ അതിനെടുക്കും, കാരണം കുറച്ച് സമയം എടുക്കും. അതുകൊണ്ട് നമ്മൾ അധികം ഉണ്ടാകാട്ടെ. ഇത് നന്നായിട്ട് ഗോൾഡൻ ആകണം. അപ്പോൾ പകുതിയേക്കാളും നോക്കി നമ്മൾ ഇട്ടപ്പോൾ എന്തോ സബോള ഇരുന്ന് നോക്കി, ഇപ്പം നോക്കി അതിൻ്റെ കുറച്ച് പേരില്ല. പിന്നെ അതിലേക്ക് കുറച്ച് ഇഞ്ചി ഇട്ട് കൊടുക്കാം. അതിന് വീണ്ടും നന്നായിട്ട് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കാൻ, അടി പിടിപ്പിക്കല്ലേ. അത് കഴിഞ്ഞ് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അത് കഴിഞ്ഞ് വീണ്ടും അതന്നെ ഇളക്കിക്കൊണ്ടേയിരിക്കാം, അടി പിടിക്കാണ്ട് സ്ലോ ഫയറിലിട്ട് ഇങ്ങനെ അതിങ്ങനെ നന്നായിട്ട് ഗോൾഡൻ ആയിട്ട് അതിൻ്റെ കാരമലിൻ്റെ ആ ടേസ്റ്റും ഫ്ലേവറൊക്കെ വരും. അത് കഴിഞ്ഞ് ഇച്ചിരി മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം അതിലേക്ക്. പിന്നെ ഇച്ചിരി മുളക് പൊടി, മഞ്ഞൾ. അത് കഴിഞ്ഞ് വീണ്ടും നേരത്തെ ചെയ്ത പോലെ തന്നെ വീണ്ടും അതിനൊന്ന് ഇളക്കി നന്നായിട്ട് അതിൻ്റെ മസാലയൊക്കെ ഒന്ന് മൂക്കണ വരെ ചേർക്കാം. അത് കഴിഞ്ഞ് അതിലേക്ക് രണ്ടാമത്തെ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. അപ്പം അത് ഒഴിച്ച് അതിനെ വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അതിനെല്ലാം നല്ലൊരു കുറുതായി വരുന്ന ഇതിലേക്ക് ഇതിങ്ങനെ കുക്ക് ചെയ്ത് നന്നായിട്ട് കുറുതാവും. എനിക്ക് ആ സൈഡിലത്തുള്ള സാധനങ്ങളൊക്കെ നമ്മൾ ഒന്ന് എടുത്തിടട്ടാം. പിന്നെ ആവശ്യത്തിന് ഉപ്പ് വീണ്ടും ചേർക്കാം. പിന്നെ വീണ്ടും നന്നായിട്ട് ഇളക്കി കൊണ്ടിരിക്കാം. പിന്നെ അതിലേക്ക് കുറച്ച് വെള്ളം, ആ പാല് കഴിക്കുന്നു വെച്ചാൽ മതി, കാരണം ഇച്ചിരി ഗ്രേവി വേണമല്ലോ, തിക്കാണ്, നല്ല തിക്ക് ഗ്രേവി ആയിട്ട് വരുന്നത്. പക്ഷെ ഇച്ചിരി വെള്ളം ആ പാല് ഒന്ന് ചിറ്റിച്ചൊഴിച്ച് അതും ഇടാം. അത് കഴിഞ്ഞ് വീണ്ടും ഒന്ന് തിളക്കട്ടെ.
ആ സൈഡിലത്തെ ആ കറുത്ത് വരുന്ന സാധനങ്ങളൊക്കെ എടുത്തിട്ടൊക്കെ ടേസ്റ്റാണ്. ഇച്ചിരി വിനാഗിരി അതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം പുളിക്ക് വേണ്ടിയിട്ട്. അമ്മക്ക് ഈ വിനാഗിരി വയ്ക്കുന്നതാണ് ഈ ഡിഷിൽ നല്ലത്. അത് കഴിഞ്ഞ് വീണ്ടും ഒന്ന് മിക്സ് ചെയ്യാം. തിളച്ച് വരുന്ന കേട്ടോ, അതിന്റെ സ്മെല്ലൊക്കെ അടിപൊളിയാണ്. അതിലേക്ക് നമ്മൾ വറുത്ത് വെച്ച മീനുണ്ടല്ലോ, അതിങ്ങനെ ഓരോ പീസായിട്ട് എടുത്തിടാം. പൊട്ടിക്കല്ലേ. നോക്കി അതിന് പഴക്കനെ സോഫ്റ്റായിട്ട് നന്നായിട്ടൊന്ന് സിമ്മർ ചെയ്യുക. ഒരു 10 മിനിറ്റോളം അത് സിമ്മറായിട്ട്. അപ്പം മീനിലെ ടേസ്റ്റൊക്കെ ഒന്ന് പുറത്തേക്ക് വെക്കാം. അത് കഴിഞ്ഞാൽ ഒന്ന് ടേസ്റ്റ് ചെയ്തോളൂ, ഉപ്പും എല്ലാം കറക്റ്റാണെന്ന്. അത് കഴിഞ്ഞ് അതിലത്തെ 1/4 പാല് ഒന്ന് ചേർത്ത് വെക്കാം. അത് കഴിഞ്ഞ് ഒന്നുകൂടി മിക്സ് ചെയ്യാം നന്നായിട്ട്. ഓക്കെ, നല്ല തിക്ക് ഗ്രേവി, നല്ല സ്മെല്ലും. മീൻ കറിക്ക് ഞാൻ തിന്ന് എങ്ങനെയുണ്ടെന്ന് പറയേണ്ട ഒരു കാര്യമില്ല. ഇത് ഞാൻ പലവട്ടം തിന്നും ആസ്വദിച്ച് തിന്ന മീൻകറിയാണ്. അപ്പൊ ഇതിന് അങ്ങനെ ഒരു കമന്റ് പറയേണ്ട കാര്യമില്ല. അപ്പൊ നിങ്ങൾ ഒരു കാര്യം ചെയ്യണം, എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, കമന്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. പിന്നെ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ഞെക്കിയേക്കണേ, മറക്കല്ല.